ഞാനൊരു തനി വായാടിയായിരുന്നു ചെറുപ്പത്തിൽ. ഇത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജീവിത പ്രശ്നം. ഇതിൻ്റെ ഒരു എക്സ്ട്രീം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സംസാരിക്കാൻ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾ തന്നെ വേണമെന്നൊന്നുമില്ല. അതിപ്പോൾ അപ്പുറത്തെ വീട്ടിലെ അമ്മാമ്മയോ അച്ചാച്ചനോ വല്യപ്പനോ ആരാണെങ്കിലും ഞാൻ ഓക്കെയായിരുന്നു. ഇവരെല്ലാവരും എൻ്റെ ഇരകളായിരുന്നു. ഒരു നല്ല പ്രായം വരെ ഞാൻ ചീത്ത കേട്ടതും ഈ വർത്തമാനത്തിന് തന്നെയായിരുന്നു. അതായത് അത്യാവശ്യം സംസാരിക്കുന്ന എക്സ്ട്രോവേർട്ടായിട്ടുള്ള പെൺകുട്ടികൾ, പ്രത്യേകിച്ച് നാട്ടുമ്പുറത്തൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചറപറ സംസാരിക്കരുത്, എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല, ആമ്പിളേരുടെ അടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് ഉപദേശങ്ങളായിരിക്കും. പോരാത്തന്നെ നമുക്കെങ്ങനെ ഈ അടക്കം ഒതുക്കും കൂടിപ്പോയി ഏതെങ്കിലും കസിനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു. പക്ഷെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ, കുറ്റപ്പെടുത്തലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചെറിയ ഇൻസെക്യൂരിറ്റീസൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു ഇൻട്രോവേർട്ടായിട്ട് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കുറേ ഇൻസെക്യൂരിറ്റീസ് കൊണ്ടൊക്കെ ഉണ്ടായ ഒരു ഫോഴ്സ്ഫുൾ ഇൻട്രോവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എത്രയൊക്കെയാണെങ്കിലും നമ്മുടെ സ്വഭാവം കുറച്ച് കഴിയുമ്പോൾ മറ നീക്കി പുറത്ത് വരുമല്ലോ. നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളോട് സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ ഈ തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസൊക്കെ മാറിയിട്ട് നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള സുഹൃത്തുക്കളും അങ്ങനെയുള്ള പാർട്ട്നേഴ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മളെ കണ്ടെത്തുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്.